ഡാൻ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് വലിയ നാടകീയമായ കാര്യങ്ങളായിരുന്നു അവിടെ നടക്കുന്നത്. ഒരുപക്ഷെ ആ കുടുംബം അവരുടെ ഈ മരണ സർട്ടിഫിക്കറ്റ് എന്ന കാര്യത്തിലൊക്കെ അവർക്ക് ഒരു അറിവില്ലായ്മ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ പിന്നീട് കാണുന്നത് അതിനൊരു വിശ്വാസത്തിന്റെയും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു സമാധി അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു കവർ വന്നതോടുകൂടി ഇതിൽ ഇടപെടാൻ ബാക്കിയുള്ളവർക്ക് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ എന്തായാലും മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം പറയാൻ. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഇതിൽ ഈ കുടുംബം മാത്രമാണ് ഇതിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കാരണം നമ്മളത് ദൃശ്യങ്ങളുടെ അടക്കം വളരെ വ്യക്തമായി കണ്ടതാണ്. അതായത് ഒരു കുടുംബം മാത്രം പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. പിന്നാലെയാണ് ഈ മാധ്യമ ശ്രദ്ധ ഈ വിഷയത്തിൽ ലഭിച്ചതോടെ അവിടെ ഈ കുടുംബത്തിന് പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ കൂടി രംഗത്തെത്തുന്നു. ഒരുപക്ഷെ ഈ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഈ നടപടികളിലേക്ക് ഈ പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ മറ്റ് നടപടിക്രമങ്ങൾക്കൊന്നും വേണ്ടി കാത്തു നിൽക്കാതെ പോലീസ് തുടർ നീക്കങ്ങളിലേക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ഈ മരണം സംഭവിക്കുന്നു. വെള്ളിയാഴ്ച ഈ വിവരം പുറത്തു വരുന്നു. അപ്പോൾ തന്നെ ഒരുപക്ഷെ ഈ പുറത്തേക്ക് ഈ തുടർ നടപടികളിലേക്ക് കടന്നിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ നടപടികളിലേക്കൊക്കെ കടക്കാൻ പോലീസിന് കഴിയുമായിരുന്നു. ഒരുപക്ഷെ ഈ വലിയ തരത്തിൽ മാധ്യമ ശ്രദ്ധ ഈ വിഷയത്തിന് ലഭിച്ചതോടെയാണ് വിവിധ സംഘടനകൾ ഈ കുടുംബത്തിന് പിന്തുണയുമായി ഈ സാമുദായിക സംഘടനകൾ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. ഹിന്ദു സംഘടനകൾ രംഗത്തെത്തുന്നു. അവർ ആദ്യഘട്ടം മുതൽ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിരുന്നത്, കുടുംബത്തിന്റെ വികാരം മാനിക്കാതെയുള്ള പോലീസിന്റെ നടപടി ഒരിക്കലും അംഗീകരിക്കാനാവില്ല, അതിനെതിരെ പ്രതിഷേധം ഉയരുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച അടക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം സാക്ഷ്യം വഹിച്ചത്. തൊട്ടു പിന്നാലെ അതിനെ എതിർത്തുകൊണ്ട് മറുവിഭാഗം കൂടി എത്തിയതോടെയാണ് സ്ഥിതി പോലീസിന് കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെയാണ് അവിടെ കൃത്യമായി ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയും തൽക്കാലത്തേക്കെങ്കിലും ഈ നടപടികൾ നിർത്തിവെക്കുക എന്നൊരു തീരുമാനം അവർ കൈക്കൊള്ളുകയും ചെയ്യുന്നത്. പിന്നീടാണ് കോടതിയെ സമീപിക്കും, ഹൈക്കോടതിയെ സമീപിക്കും കുടുംബം. കോടതിയുടെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം തുടർ നടപടികൾ മതി എന്നൊരു തീരുമാനം വരുന്നത്. അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു പോലീസ്. അങ്ങനെ പ്രതീക്ഷിച്ച തീരുമാനം തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അങ്ങനെ ആ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഈ നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്നലെ വൈകുന്നേരം തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതായത് ഇന്നലെ റൂറൽ SP സുദർശൻ ഇവിടെ എത്തും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ നടപടികളൊക്കെ പോലീസ് ഏകോപിപ്പിക്കുക എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നടപടികൾ ആരംഭിക്കാൻ കുറച്ച് വൈകി. അതായത് ഇന്നലെ വൈകുന്നേരം പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതില്ല, പൊടുന്നനെ അങ്ങനെ ഒരു തീരുമാനം വേണ്ട എന്ന ഒരു നിഗമനത്തിലേക്ക് അവർ എത്തുകയായിരുന്നു. അതിനുശേഷമാണ് മറ്റ് നടപടിക്രമങ്ങൾ ഇന്ന് പുലർച്ചെ ആരംഭിച്ചാൽ മതി, മാധ്യമങ്ങളെല്ലാം ഇവിടെ നിന്ന് പിരിഞ്ഞതിനു ശേഷം കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിക്കുക, അങ്ങനെ വിന്യസിച്ചതിന് ശേഷം തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക എന്ന ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അങ്ങനെ കൃത്യമായി മാധ്യമങ്ങൾ വൈകുന്നേരത്തോടെ ഇവിടെ നിന്ന് പിരിയുന്നു. അത് പിരിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പോലീസ് സംഘം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നു. അങ്ങനെ പുലർച്ചെയോടെ തന്നെ പോലീസിന്റെ കൃത്യമായ നിയന്ത്രണത്തിലേക്ക് ഈ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ പരിസരം മുഴുവൻ എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. അങ്ങനെയാണ് ഇടപെടൽ ഉണ്ടാകുന്നത്. ആ ഇടപെടലാണ് ഇപ്പോൾ അതായത് ഒരു ഫുൾ അണ്ടർ കൺട്രോളിൽ ആക്കിയതിനു ശേഷം പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സാഹചര്യം. അവിടെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അവിടെ പൊളിച്ചു തുടങ്ങിയിട്ടില്ല, അതായത് കല്ലറ പൊളിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള അതായത് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം, ഡോക്ടർമാരുടെ സംഘമൊക്കെ ഇവിടെ എത്തിയതിനു ശേഷമേ ആ നടപടികൾ ഉണ്ടാകുകയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥർ അടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരാണ് ഈ സ്ഥലത്ത് ഈ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒരു പക്ഷേ ഇവിടെ ആംബുലൻസ് അടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറിച്ച് വ്യക്തത കൈവരാനുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് ഒരു സംശയം ഉണ്ടാക്കുന്ന കാര്യം. കാരണം ആദ്യം പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ച് തന്നെ നടത്താനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു
പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടേക്ക് സമീപത്തേക്ക് ഒരു ആംബുലൻസ് കൂടി എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഈ മൃതദേഹ ഭാഗങ്ങൾ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന ഒരു സംശയം ബലപ്പെടുത്തുന്ന തരത്തിലാണ് സാഹചര്യം. ഇപ്പോൾ പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ സ്ലാബ് പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു, സമാധി സ്ഥലം പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ആ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.